അസ്സലാമു അലൈക്കും അയ്യുഹത്തുല്ലാബ് മർഹബൻ ബിക്കും ഇലാ സുഫി സാബിർ. പ്രിയ കുട്ടികളെ, 7ാം ക്ലാസ്സിലെ 4ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മത്ലൂബു മുത്തർജിമിൻ എന്ന പാഠഭാഗമാണ് നമ്മൾ പഠിച്ചു വന്നത്. ബയോഡാറ്റ തയ്യാറാക്കാനും അതുപോലെ തന്നെ ഇമെയിലിലൂടെ ലെറ്റർ എഴുതാനൊക്കെ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സമയത്തെക്കുറിച്ചാണ്. എങ്ങനെയാണ് അറബിയിൽ സമയം പറയേണ്ടത് എന്നാണ് പഠിക്കാൻ പോകുന്നത്. പേജ് നമ്പർ 71 എന്താണെന്ന് നോക്കൂ. ഹുനാക തൂജദു സാഅത്തുൻ. അവിടെ ഒരു ക്ലോക്ക് കാണുന്നുണ്ട്. ക്ലോക്കിന് എന്താണ് അറബിയിൽ പറയുക? സാഅത്തുൻ എന്നാണ്. അതുപോലെ തന്നെ സാഅത്ത് എന്നത് മണിക്കൂറിനും വാച്ചിനും സമയത്തിനും ഒക്കെ ക്ലോക്കിനൊക്കെ എന്താണ് ഉപയോഗിക്കുക? സാഅത്തുൻ എന്നാണ് ഉപയോഗിക്കുക. പിന്നെ എന്താണ് കാണുന്നത് എന്ന് നോക്കൂ. ക്ലോക്ക് അത് ഏത് ഷെക്കിലാണ് കാണുന്നത്? അതിന്റെ ഷേപ്പ് എന്താണ്? മാ ഷക്ലുഹ, ഷേപ്പ് ദാഇറത്തുൻ, വൃത്ത ആകൃതിയിലാണ് കാണുന്നത്, സർക്കിളിലായിട്ടാണ് കാണുന്നത്. പിന്നെ അവിടെ അദദുകൾ കൊടുത്തിട്ടുണ്ട്. വാഹിദ് തൊട്ടിട്ട് സാനിയ അഷ്റ 12 വരെ നമ്പേഴ്സും കാണാം. 2 സൂചികൾ കാണുന്നുണ്ട്. സൂചിക്ക് എന്താണ് അറബിയിൽ പറയുക? അക്റബുൻ. എന്താണ്? അക്റബുൻ. 2 സൂചികൾ പ്രത്യേകം കാണുന്നുണ്ട്. അക്റബുൻ സ്വഈറ, ചെറിയ സൂചിയെയും നമുക്ക് കാണാം. അതുപോലെ തന്നെ അക്റബുൻ കബീറ, വലിയ സൂചിയെയും കാണാൻ സാധിക്കും. ഇതിൽ കാണാത്ത ഒരു ചെറിയ വളരെ നേരിയ മെലിഞ്ഞ ഒരു സൂചിയുമുണ്ട്. അതിനെന്താണ് പറയുക? സെക്കൻഡ് സൂചി. സെക്കൻഡ് സൂചിക്ക് എന്താണ് അറബിയിൽ പറയുക? സാനിയ. അക്റബുൻ സാനിയ എന്നാണ് പറയുക. ഈ വലിയ സൂചി സൂചിപ്പിക്കുന്നത് ദക്കീക്കത്തിനെയാണ്, മിനിറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ചെറിയ സൂചി സാഅത്തുൻ, മണിക്കൂറിനെയാണത് സൂചിപ്പിക്കുന്നത്. ഈ ചെറിയ സൂചി ഇപ്പോൾ നിൽക്കുന്നത് 10ലാണ്. വലിയ സൂചി നോക്കൂ, 12ലുമാണ്. അപ്പോൾ സമയം 10 മണിയാണ്. 10 മണി എന്നതിനെ അറബിയിൽ എങ്ങനെ പറയാ? 10 o'clock അസ്സാഅത്തുൽ ആഷിറ, 10 മണി. പാഠത്തിന്റെ പേര് നോക്കൂ, കമിസ്സാ എന്നാണ്. സമയം എത്രയാണ് എന്നാണ് പാഠത്തിന്റെ പേര്. 1 മണി മുതൽ 12 മണി വരെയുള്ള സമയം നമുക്ക് പഠിക്കാം. അസ്സാഅത്തുൽ വാഹിദ എന്നാണ്. 1 മണിക്ക് എന്താണ് പറയുക? അസ്സാഅത്തുൽ വാഹിദ. 2 മണിയാകുമ്പോൾ അസ്സാഅത്തു സാനിയ എന്നാണ് പറയുക. അസ്സാഅത്തു സാനിയ. 3 മണി നോക്കൂ, അസ്സാഅത്തു സാലിസ. സലാസ എന്നതിൽ അലിഫ് കൊടുത്ത് നീട്ടുക. സാലിസ, അസ്സാഅത്തു സാലിസ എന്നാണ് പറയുക. 4 മണിയാകുമ്പോൾ അസ്സാഅത്തു റാബിഅ, അർബഅ റാബിഅയായിട്ട് മാറും. അസ്സാഅത്തു റാബിഅ. 5 മണിയാകുമ്പോൾ അസ്സാഅത്തുൽ ഖാമിസ. 6 മണിയാകുമ്പോൾ എങ്ങനെയാണ് പറയാം? സിത്ത എന്തായിട്ട് മാറും? സാദിസ. അസ്സാഅത്തു സാദിസ, 6 മണി. അസ്സാഅത്തു സാബിഅ, സബ്അ സാബിഅ എന്നായിട്ട് മാറും. 7 മണിയാകുമ്പോൾ അസ്സാഅത്തു സാബിഅ. 8 മണിയാകുമ്പോൾ അസ്സാഅത്തു സാമിന, സമാനിയ സാമിന എന്നാക്കുക, അലിഫ് കൊടുക്കുക അവിടെ. പിന്നെ 9 മണിക്ക് അസ്സാഅത്തു താസിഅ, തിസ്അ എന്തായിട്ട് മാറും? താസിഅ. 10 മണിക്ക് അസ്സാഅത്തുൽ ആഷിറ, അഷറ ആഷിറയായിട്ട് മാറും, 10 മണി. 11 മണിക്ക് അസ്സാഅത്തു ഹാദിയ അഷ്റ എന്നാണ് പറയുക. അഹദാഷറ എന്നത് അസ്സാഅത്തു ഹാദിയ അഷ്റയായിട്ട് മാറുന്നു. 12 മണിക്ക് അസ്സാഅത്തു സാനിയത്ത അഷ്റ, അസ്സാഅത്തു സാനിയത്ത അഷ്റ, 12 മണി. ഇനി പഠിക്കാനുള്ളത് 1 മണിക്ക് നമ്മൾ പറഞ്ഞു അസ്സാഅത്തുൽ വാഹിദ, 1 മണി. ഇനി 1:05 ആണെങ്കിൽ എങ്ങനെയാണ് പറയുക? നോക്കൂ, അസ്സാഅത്തുൽ വാഹിദ 1 മണി. വഖംസു ദഖായിഖിൻ, 5 മിനിറ്റ്. ദഖീഖത്തിന്റെ ജം ആണ് ദഖായിഖ്, മിനിറ്റുകൾ. ഇനി 1:10 എന്നിങ്ങനെ അറബിയിൽ പറയുക? അസ്സാഅത്തുൽ വാഹിദ 1 മണിയും 10 മിനിറ്റും. വഹശിറു ദഖായിഖിൻ, 10 മിനിറ്റ്.
1:15 എന്നെങ്ങനെയാണ് അറബിയിൽ പറയുക? 1 മണിക്ക് അസ്സാഅത്തുൽ വാഹിദത്തു, പിന്നെ വറുബു, കാല്, റുബ് എന്നാണ് പറയുക. 1:20 അസ്സാഅത്തുൽ വാഹിദത്തു വസ്സുലുസു എന്നാണ് പറയുക. സുലുസ്. 1:20 അസ്സാഅത്തുൽ വാഹിദത്തു വസ്സുലുസു. 1:25 അസ്സാഅത്തുൽ വാഹിദത്തു വഖംസും വഇശ്റൂന ദഖീഖത്തൻ. 25 ഖംസും വഇശ്റൂന ദഖീഖത്തൻ എന്നാണ് പറയുക. 1:25 അസ്സാഅത്തുൽ വാഹിദത്തു വഖംസും വഇശ്റൂന ദഖീഖത്തൻ, 25 മിനിറ്റ്. 1:30 അസ്സാഅത്തുൽ വാഹിദത്തു 1 മണി, വന്നിസ്ഫ്, പകുതി. നിസ്ഫ് എന്നാണ് ഉപയോഗിക്കുക. 1:30 നിസ്ഫ്, 30 നിസ്ഫ്, പകുതി. ഇനി 1:35 എങ്ങനെയാണ് അറബിയിൽ പറയുക? അസ്സാഅത്തുൽ വാഹിദത്തു 35, വഖംസും വസലാസൂന, വഖംസും ഖംസും വസലാസൂന ദഖീഖത്തൻ, 1 മണിയും 35 മിനിറ്റും. ഇനി 1:40 എങ്ങനെ പറയാം? അസ്സാഅത്തു 1:40 പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 2 മണി പറഞ്ഞിട്ട് 20 മിനിറ്റ്, 2 മണിക്ക് 20 മിനിറ്റ് വേണം. അങ്ങനെയാണ് പറയേണ്ടത്. ആദ്യം 2 മണി പറയണം. അസ്സാഅത്തു സാനിയത്തു ഇല്ലാ സുലുസൻ എന്നാണ് പറയേണ്ടത്. ഇല്ലാ സുലുസൻ, 20 മിനിറ്റ് ഒഴികെ. 20 മിനിറ്റ് ആവണം 2 മണിയാവാൻ. അതുപോലെ ഇനി പറയുന്നത് 1:45, 1:45 എങ്ങനെയാണ് പറയുക? അസ്സാഅത്തു സാനിയത്തു, ആദ്യം 2 മണി പറയണം, എന്നിട്ട് 2 മണിക്ക് 15 മിനിറ്റ് കുറവാണ് എന്ന് പറയണം. എങ്ങനെ പറയാം? അസ്സാഅത്തു സാനിയത്തു ഇല്ലാ റുബുഅൻ, കാല്, 15 മിനിറ്റ് കുറവ്, ഇല്ല ഒഴികെ എന്നർത്ഥത്തിൽ, ഇല്ലാ റുബുഅൻ എന്നാണ് പറയുക. ഇനി 1:50 എങ്ങനെ പറയാം നോക്കൂ. 1:50 10 മിനിറ്റാണ് കുറവുള്ളത് 2 മണിക്ക്. അപ്പൊ എങ്ങനെ പറയാം? അസ്സാഅത്തു സാനിയ, ആദ്യം 2 മണി പറയണം, ഇല്ല 10 ദഖായിഖ, 10 മിനിറ്റ് ഒഴികെ. 2 മണിയാവാൻ 10 മിനിറ്റാണ് വേണ്ടത്. 1:50 എങ്ങനെ പറയാം? അസ്സാഅത്തു സാനിയത്തു, 2 മണിക്ക്, ഇല്ല 10 ദഖായിഖ, 10 മിനിറ്റ് കുറവാണ് ഒഴികെ. ഇനി 1:55, 1:55 എങ്ങനെ പറയാം? ആദ്യം 2 മണി പറയണം, അസ്സാഅത്തു സാനിയത്തു, 2 മണിയും, ഇല്ല 5 ദഖായിഖ, അസ്സാഅത്തു സാനിയത്തു ഇല്ല 5 ദഖായിഖ. 2 മണിയാവുമ്പോൾ അസ്സാഅത്തു സാനിയ, 2 മണി. ഇതുപോലെ ബാക്കിയുള്ള സമയങ്ങളും നിങ്ങൾ എഴുതി നോക്കുക, പറഞ്ഞ് പഠിക്കുക. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് വരാം. ഹയ്യ, വരൂ. നൽബിത്തു, നമുക്ക് ക്ലിപ്തപ്പെടുത്താം. അൽ ഔഖാത്ത, സമയങ്ങളെ കൃത്യമാക്കാം. ഇവിടെ ക്ലോക്ക് കൊടുത്തിരിക്കുന്ന ക്ലോക്കിൽ സമയം കാണിച്ചിരിക്കുന്നത് അസ്സാഅത്തുൽ വാഹിദ എന്നാണ്. അസ്സാഅത്തുൽ വാഹിദ 1 മണി. അതുകൊണ്ട് തന്നെ ചെറിയ സൂചി 1-ലും വലിയ സൂചി 12-ലും ആക്കി നിങ്ങൾ എഴുതണം. അസ്സാഅത്തു സാനിയ 2 മണി, ചെറിയ സൂചി 2-ലും വലിയ സൂചി 12-ലും ചേർത്ത് കൊടുക്കുക. അസ്സാഅത്തു സാലിസ 3 മണി, ചെറിയ സൂചി 3-ലും വലിയ സൂചി 12-ലുമായിട്ട് നിങ്ങൾ എഴുതണം. അടുത്തത് 4 മണിയാണ് കാണിച്ചിരിക്കുന്നത്. 4 മണിക്ക് അസ്സാഅത്തു റാബിഅ എന്നാണ് പറയുക. ഇനി 6 മണി കാണിച്ചിരിക്കുന്നു. അസ്സാഅത്തു സാദിസ എന്നാണ് പറയുക. 5 മണിക്ക് അസ്സാഅത്തുൽ ഖാമിസ എന്നാണ് പറയേണ്ടത്. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. ഇസ്തൈഖലത്തു, ഞാൻ എഴുന്നേറ്റു. മിനൻ നൗമി, ഉറക്കത്തിൽ നിന്നും ഞാൻ എഴുന്നേറ്റു. ഫിസ്സാഅത്തി, സമയത്തിൽ. ഏത് സമയമാണ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സമയം അവിടെ കൊടുക്കണം. എന്നിട്ട് അവിടെ നിങ്ങൾ 2 സൂചികളെയും വരച്ചു കൊടുക്കണം. 4 മണിക്ക് ഞാൻ എഴുന്നേറ്റു എന്ന് പറയുകയാണെങ്കിൽ ഫിസ്സാഅത്തി റാബിഅ എന്ന് ചേർത്ത് കൊടുക്കുക. 5 മണിക്കാണെങ്കിൽ ഫിസ്സാഅത്തിൽ ഖാമിസ. നിങ്ങൾ അവിടെ ടൈം നിങ്ങൾ യോജിച്ച സമയം അവിടെ കൊടുക്കുക. അടുത്തത് നോക്കൂ. ഖറജ്തു, ഞാൻ പുറപ്പെട്ടു. ഇലൽ മദ്രസത്തി, സ്കൂളിലേക്ക്.
ഫിസ്സാഅത്തി ഡാഷ്, അവിടെ സമയം കൊടുക്കണം, സ്കൂളിലേക്ക് പുറപ്പെട്ട സമയം. ഒന്നുകിൽ ഫിസ്സാഅത്തി താസിഅ 9 മണി എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഫിസ്സാഅത്തി സാമിന 8 മണി എന്നും കൊടുക്കാം. ഇനി ഫിയലുകളൊന്നും അവിടെ കൊടുത്തിട്ടില്ല. ഇനി സെന്റൻസ് ഉണ്ടാക്കണം. അതുപോലെ തന്നെ അതിൽ സമയവും നിങ്ങൾ യോജിച്ചത് ചേർത്ത് കൊടുക്കണം. വസ്വൽത്തു എന്ന് പറഞ്ഞാൽ ഞാൻ എത്തിച്ചേർന്നു. ഇലൽ ബൈത്തി, വീട്ടിലേക്ക് ഞാൻ എത്തിച്ചേർന്നു. ഫിസ്സാഅത്തി സാദിസ 6 മണിക്ക് എന്നോ ഫിസ്സാഅത്തി റാബിഅ 4 മണിക്ക് എന്നോ അവിടെ യോജിച്ച സമയം കൊടുക്കുക. ഇനി അടുത്തത് നമുക്ക് എന്തെഴുതാം? ലഇബ്തു, ഞാൻ കളിച്ചു. ഫിൽ മൈദാനി, ഗ്രൗണ്ടിൽ. ഫിസ്സാഅത്തി സാലിസ 3 മണിക്ക്, അല്ലെങ്കിൽ ഫിസ്സാഅത്തിൽ ഖാമിസ 5 മണിക്ക് എന്നോ ഫിസ്സാഅത്തി റാബിഅ 4 മണിക്ക് എന്നൊക്കെ ചേർത്ത്. ലഹബ്തു, ഞാൻ പോയി. ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക്. ഫിസ്സാഅത്തി സാബിഅ 7 മണിക്ക്, അല്ലെങ്കിൽ ഫിസ്സാഅത്തി സാദിസ 6 മണിക്ക്. യോജിച്ചത് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. തനാവൽത്തു, ഞാൻ കഴിച്ചു. അൽ അഷാ, ഡിന്നർ, അത്താഴം കഴിച്ചു. ഫിസ്സാഅത്തി സാമിന 8 മണിക്ക്. ഫിസ്സാഅത്തി താസിയ 9 മണിക്ക്. ഏതെങ്കിലും സമയം അവിടെ ചേർത്ത് കൊടുക്കുക. നിങ്ങൾ വേറെയും ധാരാളം ഫ്യോയിലുകൾ പഠിക്കണം, അർത്ഥസഹിതം. അതുപോലെ തന്നെ സമയങ്ങളും കൃത്യമായിട്ട് പഠിക്കണം. എക്സാമിന് വരുന്നതാണ്. ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. വബാക്കി അസ്സഫുൽ ഖാദിം. അസ്സലാമ. ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.